പോകരുത്, അത് മറക്കരുത്. ഖദീജ ബീവി വഫാത്തായതിന്റെ ശേഷമാണ് നബി തങ്ങൾ സൗദ ബീവിയെ കഴിക്കുന്നു, പിന്നെ ആയിഷ ബീവിയെ കല്യാണം കഴിക്കുന്നത്, പിന്നെ മറ്റു ഭാര്യമാരെ. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, അള്ളാഹിന്റെ റസൂലിന്റെ മുമ്പിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിരിക്കുന്നു, ഞാനും നബി തങ്ങളും വർത്തമാനം പറയാൻ പോകുന്നു. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, തതകല്ലമീന ഔ അതകല്ലമു, ആയിഷ നിങ്ങൾ തുടങ്ങുന്നോ പരാതി പറയാൻ, അതല്ല ഞാൻ തുടങ്ങണോ? ആര് ചോദിച്ചു? റസൂലുള്ളാഹി തങ്ങളെ. ആരാ വിധികർത്താവ്? ആയിഷ ബീവിന്റെ വാപ്പ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി തങ്ങളും ആയിഷ ബീവിയും തമ്മിലാ പ്രശ്നം. നബി തങ്ങൾ ചോദിച്ചു, ആയിഷ കഥ ആദ്യം നിങ്ങൾ പറയണല്ലോ, ഞാൻ എവിടെ കുഴപ്പമെന്ന് പറയാൻ പോവാണ്, അതുകൊണ്ട് ബീവി നിങ്ങൾ തുടങ്ങുന്നോ അല്ല ഞാൻ തുടങ്ങുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ ബീവി പറഞ്ഞു, ബൽ തകല്ലം അൻത, നബിയെ നിങ്ങൾ തുടങ്ങിക്കോളൂ, പക്ഷേ വലാ തഖുൽ ഇല്ലാ ഹഖൻ, സത്യമേ പറയാവൂ നബിയേ. ഇതങ്ങട്ട് പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫലതമഹ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹത്താ ഖറജ ദമു മിൻ ഫമിഹ, സിദ്ദീഖ് ഞങ്ങൾ ഒരൊറ്റ അടി കൊടുത്തു ആയിഷ ബീവിക്ക്, വായയിൽ നിന്ന് ചോര വന്നു എന്ന് പരിശുദ്ധ ഹദീസിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബിയോടായി പറയണത്, നബിയെ സത്യം പറയണം കേട്ടോ, നിങ്ങൾ പറഞ്ഞു തുടങ്ങിക്കോളി, പക്ഷേ സത്യം പറയാവുന്നു. ഒരൊറ്റടി കൊടുത്ത് സിദ്ദീഖ് തങ്ങൾ ആയിഷ അല്ലാഹുവിന്റെ റസൂലിനോട്, വഹൽ യഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലൽ ഹഖ്, അല്ലാഹുവിന്റെ റസൂൽ സത്യമല്ലാതെ പറയുമോ ബീവി? എന്തായി പറയണത്? റസൂലുള്ളാഹിനോട് സത്യമേ പറയാവൂ എന്നോ? ആരായത് ബസ്രയ്ക്ക് ഈത്തപ്പഴം കൊടുത്തേക്ക്? അള്ളാഹിന്റെ റസൂലല്ലേ സത്യം പറയാൻ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹിനോട് സത്യമേ പറയാവൂ എന്ന് ഇതൊക്കെ ഒരു ചൂടിൽ ബീവി പറഞ്ഞു പോവാ. ചെറുപ്പക്കാരിയല്ലേ. തങ്ങളെ വഫാത്താകുമ്പോ ആയിഷ ബീവിയുടെ വയസ്സ് 18. ആയിഷ ബീവിയെക്കാളും 2 വയസ്സ് ഏറെയുണ്ട് ഫാത്തിമ ബീവിക്ക് റളിയല്ലാഹു അൻഹാ. ഫാത്തിമ ബീവിക്ക് 20, ആയിഷ ബീവിക്ക് 18. പക്ഷെ ഫാത്തിമ ബീവിയും 2 വയസ്സ് താഴെയുള്ള ആയിഷ ബീവിയെ ഉമ്മ എന്നാ വിളിക്കേണ്ടത്. യാ ഉമ്മ, കാരണം ഉമ്മുൽ മുഅ്മിനീനാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ്. ഹിബ്ബു റസൂലില്ലാഹ്, റസൂലുള്ളാഹി തങ്ങൾ എത്രയോ ഇഷ്ടപ്പെട്ടവരാണ്. പക്ഷേ നബി തങ്ങളുടെ മുമ്പിൽ വർത്തമാനം തുടങ്ങാൻ പോകുന്നുള്ളൂ. ആയിഷ ഞാൻ പറയണോ നിങ്ങൾ പറയണോ? നബിയെ നിങ്ങൾ പറഞ്ഞോളൂ. ബൽ തകല്ലം അൻത വലാ തഖുൽ ഇല്ലാ ഹഖൻ, നബിയെ സത്യമേ പറയാവൂ എന്ന് പറഞ്ഞു തീരുമ്പോഴേക്കും സിദ്ദീഖ് തങ്ങൾ അടിച്ചു എന്ന് മാത്രമല്ല, ഖറജ ദമു മിൻ ഫമിഹ, ആയിഷ ബീവിന്റെ വായിൽ നിന്ന് ചോര പൊടിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ അബൂബക്കർ, അബൂബക്കറേ ലം നദുക ലിഹാദാ വലാ അർദ്നാ മിൻക ഹാദാ, സിദ്ദീഖേ ഇതിനല്ലല്ലോ നിങ്ങളെ ഞങ്ങൾ വിളിച്ചു വരുത്തിയത്, ഇതിനല്ല സിദ്ദീഖേ നിങ്ങളോട് ഞാൻ വരാൻ പറഞ്ഞത്, ഇങ്ങനെ അടിച്ചു തീർക്കാനല്ലല്ലോ. ഞങ്ങളുടെ പരാതി കേട്ട് സൗമ്യനായി ക്ഷമയോടെ കേട്ടിരുന്ന് പരിഹാരം കാണാനല്ലേ. ഇതാണോ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്? അടിക്കുകയാണോ നിങ്ങൾ ചെയ്തത്? ഇത് നന്നായില്ല സിദ്ദീഖേ, ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തിനെ ആയിഷയെ അടിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വഭാവ ഗുണം മുഅ്മിനെ ഒരു റസൂലിനല്ലാതെ കാണിക്കാൻ കഴിയുമോ? നമ്മൾ പറയില്ലേ, നന്നായി സിദ്ദീഖേ, ഇതൊക്കെ എന്ന് കൊടുക്കണം എന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു ഞാൻ, അങ്ങനെയല്ലേ പറയാ. സിദ്ദീഖ് തങ്ങളോട് നബി തങ്ങൾ പറഞ്ഞതല്ല, ഓ സിദ്ദീഖേ ഇതിനല്ലല്ലോ നിങ്ങളോട് വരാൻ പറഞ്ഞത്, പരാതി പ്രശ്നം തീർക്കാനല്ലേ പറഞ്ഞത്, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുകയാണോ? എന്തിനെ ബീവിനെ അടിച്ചത് എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ആ കുടുംബത്തിൽ നടന്ന 3ാമത്തെ സംഭവം. ഇതൊക്കെ 9 കൊല്ലത്തിനിടയ്ക്ക്